കേരള തമിഴ്നാട് അതിർത്തിയിൽ മാർത്താണ്ഡത്ത് KSRTC ബസും തമിഴ്നാട് RTC ബസും കൂട്ടിയിടിച്ചൊരു മരണം. KSRTC ബസ് ഡ്രൈവർ അനീഷ് കൃഷ്ണയാണ് മരിച്ചത്. 35 പേർക്ക് പരിക്കേറ്റു. മാർത്താണ്ഡ മേൽപ്പാലത്തിലായിരുന്നു അപകടം. സുലേഖയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുലേഖ, വലിയൊരു അപകടമാണ് സംഭവിച്ചതെന്ന് കരുതുന്നു. എപ്പോഴാണ് അപകടമുണ്ടായത്? എന്താണ് സംഭവിച്ചത്? കീർത്തി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം മേൽപ്പാലത്തിലാണ് KSRTC ബസും തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസും കൂട്ടിയിടിച്ച അപകടമുണ്ടായത്. അപകടത്തിൽ 35ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും വലിയൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അതും ഈ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് മറു ദിശയിൽ നിന്ന് വന്ന വാഹനത്തോട് കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ കാര്യമായി പരിക്കേറ്റിട്ടുള്ളത് ബസ്സിലെ ഡ്രൈവർമാർക്ക് തന്നെയാണ്. ഈ അപകടത്തിലാണ് KSRTC ബസ് ഡ്രൈവർ അനീഷ് കൃഷ്ണയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അനീഷ് കൃഷ്ണയെ. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 35ഓളം പേർക്കാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്നു ഈ KSRTC ബസ്. അതുപോലെ തന്നെ കളയിക്കാവിലയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്നു തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്. ഈ രണ്ട് ബസ്സുകളുമാണ് കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത്. വലിയ രീതിയിലുള്ള നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാകാം വലിയ രീതിയിലുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടോറസ് ലോറിയെ മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ മറുഭാഗത്തു നിന്ന് വരുന്ന തമിഴ്നാട് ബസ്സുമായി KSRTC ബസ് കൂട്ടിയിടിച്ചിട്ടുള്ളത്. 35ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ കുഴിത്തുറ സർക്കാർ താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലൊക്കെ ആയി തന്നെ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് KSRTC ഡ്രൈവർ അനീഷ് കൃഷ്ണ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. കീർത്തി.